Yes, Nancy, good afternoon. Good afternoon, sir. Shani, good afternoon. Good afternoon, sir. Okay, Shami, Nandini, Sharanya, good afternoon. Yes, Anila, good afternoon. Yes, Shamira, Situ, good afternoon. Yes. Let us start. Arabigalo. Arabigale. Okay, Shani, very good, very good, very good. Yes. Sharanya, you, good afternoon. Yes. About, okay, Sister Daisy, good afternoon. Okay, Sharanya. Yes. Okay. അപ്പോൾ നമുക്ക് ആരംഭിക്കുകയാണ്. അപ്പൊ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ് അവസാനിപ്പിച്ചത് പാസ്റ്റ് കണ്ടിന്യൂസ് ആണ് നമ്മൾ പറഞ്ഞത്. പാസ്റ്റ് കണ്ടിന്യൂസ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സൂചിപ്പിച്ചു സബ്ജക്റ്റ് വാസ് അല്ലെങ്കിൽ വേറെ വെർബ് പിന്നെ ഈച്ച്. അപ്പോ അതിന്റെ അർത്ഥം ആയിരുന്നു എന്നുള്ളതാണ് ഇത്രയും വരെ നമ്മൾ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇതുവരെ നമ്മള് 5 ടെൻസുകളെ കുറിച്ചാണ് പറഞ്ഞത്. സിമ്പിൾ പ്രസന്റ്, സിമ്പിൾ പാസ്റ്റ്, സിമ്പിൾ ഫ്യൂച്ചർ, പ്രസന്റ് കണ്ടിന്യൂസ് ആൻഡ് പാസ്റ്റ് കണ്ടിന്യൂസ്. 5 കുറിച്ചാണ് പറഞ്ഞത്. അപ്പൊ 5ലും ടേക്ക് എന്ന് പറയുന്ന എടുക്കുക എന്ന് പറയുന്ന വേർഡ് ഉപയോഗിച്ച് നമുക്ക് 5ന്റെയും അർത്ഥത്തിലൂടെ പോസിറ്റീവ് ആയിട്ടുള്ള അർത്ഥത്തിലൂടെ കാണും. സിമ്പിൾ പ്രസന്റ് പറയുമ്പോൾ എടുക്കാറുണ്ട്, സിമ്പിൾ പാസ്റ്റ് പറയുമ്പോൾ എടുത്തു, സിമ്പിൾ ഫ്യൂച്ചറിൽ പറയുമ്പോൾ എടുക്കും, പ്രസന്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ എടുക്കുകയാകുന്നു, പാസ്റ്റ് കണ്ടിന്യൂസ് പറയുമ്പോൾ എടുക്കുകയായിരുന്നു. യെസ്, ഞാൻ നെഗറ്റീവ് വാചകങ്ങളിലേക്ക് പോവാം. ഐ ഡു നോട്ട് ടേക്ക്, ഞാൻ എടുക്കാറില്ല. ഐ ഡിഡ് നോട്ട് ടേക്ക്, ഞാൻ എടുത്തിട്ടില്ല. ഐ വിൽ നോട്ട് ടേക്ക്, ഞാൻ എടുക്കില്ല. ഐ ആം നോട്ട് ടേക്കിംഗ്, ഞാൻ എടുക്കുകയാകുന്നില്ല. ഐ വാസ് നോട്ട് ടേക്കിംഗ്, ഞാൻ എടുക്കുകയായിരുന്നില്ല. യെസ്. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ വാചകത്തിലേക്ക് പോകണം. സിമ്പിൾ പ്രസന്റ്, ഡു യു ടേക്ക്, നിങ്ങൾ എടുക്കാറുണ്ടോ? സിമ്പിൾ പാസ്റ്റ്, ഡിഡ് യു ടേക്ക്, നിങ്ങൾ എടുത്തോ? സിമ്പിൾ ഫ്യൂച്ചർ, വിൽ യു ടേക്ക്, നിങ്ങൾ എടുക്കുമോ? പ്രസന്റ് കണ്ടിന്യൂസ്, ആർ യു ടേക്കിംഗ്, നിങ്ങൾ എടുക്കുകയാകുന്നോ? പാസ്റ്റ് കണ്ടിന്യൂസ്, വേർ യു ടേക്ക്, നിങ്ങൾ എടുക്കുകയായിരുന്നു. യെസ്, ഇതാണ് അതിന്റെ 5 ടെൻസിന്റെയും മീനിങ്. ഓക്കെ, അപ്പോ അടുത്തതിലേക്ക് നമുക്ക് കിടക്കുന്നതിന് മുമ്പ് ഞാൻ ഒരു ചെറിയൊരു അതിന്റെ അഭിപ്രായം പറയാം. സാധാരണഗതിയിൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഒരു ദിവസമേ കഴിഞ്ഞ് ആരംഭിക്കണം, എന്തൊക്കെയാണ് ചെയ്തത് നിങ്ങൾക്കറിയാം. പക്ഷെ ഞായറാഴ്ചകൾക്കൊരു പ്രത്യേകത ഉണ്ടാവില്ലേ? ഞായറാഴ്ചകൾക്ക് യെസ്, എന്റെ ആൾറെഡി പറഞ്ഞു, ചിലപ്പോൾ നിങ്ങൾ താമസിച്ചേക്ക് എഴുതിയിട്ടുള്ളത് അന്നത്തെ ഉള്ള പരിപാടികളൊക്കെ ചിലപ്പോൾ വേറൊരു മോഡലായിരിക്കും. അപ്പൊ എന്റെ ചോദ്യം ഇതാണ്, ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? നിങ്ങളുടെ ഞായറാഴ്ചകൾ എങ്ങനെയാണ്? എല്ലാ ഞായറാഴ്ചയും കറക്റ്റ് അതുപോലെ വേണമെന്ന് പ്രൊത്തൊന്നുമില്ല. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഞായറാഴ്ചകള് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ആദ്യം പറയുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്തൊരു ടെസ്റ്റ് പോകാം. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്
ഞായറാഴ്ചകൾ നമ്മളെങ്ങനെ ചിലവഴിക്കുന്നു? ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ഐ വിൽ ഗെറ്റ് അപ്പ് വെരി ലേറ്റ് ഇൻ ദ മോർണിംഗ്. ഞായറാഴ്ചകളിൽ ഞാൻ വളരെ താമസിച്ചാണ് എഴുന്നേൽക്കാറ്. യെസ്, ഐ വിൽ ഗെറ്റ് അപ്പ് അറ്റ് 8 o'clock in the morning. രാവിലെ 8 മണിക്ക് എഴുന്നേൽക്കുന്നത്. യെസ്, അപ്പൊ ഞായറാഴ്ചകൾ പറഞ്ഞ എല്ലാവരും ചിലപ്പോൾ ഹസ്ബൻഡ് ഉണ്ടാവും, പിള്ളേർ എല്ലാവരും ഉണ്ടാവും, ഫ്രീ അല്ലേ? സോ വി വിൽ ടോക്ക് ഫോർ ഹാഫ് ആൻ അവർ. ഞങ്ങൾ ഒരു അരമണിക്കൂർ എല്ലാവരും കൂടി സംസാരിച്ചിരിക്കും. Then at 9:30 I will enter into kitchen. At 9 o'clock I enter into kitchen. 9 മണിക്കാണ് ഞാൻ അടുക്കളയിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ നിങ്ങളത് ആലോചിച്ച് നോക്കി. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? എങ്ങനെയാണ് നിങ്ങളുടെ ഞായറാഴ്ചകൾ നിങ്ങളെ ചിലവഴിക്കുന്നത്? ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഞായറാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബിസി ആയിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങൾ ഇത്രയും ബിസി ആവില്ല. പക്ഷെ ഞായറാഴ്ച നിങ്ങൾക്ക് ഭയങ്കര ബിസി ആയിരിക്കും. യെസ്, ഇതിന്റെ വരികൾക്ക് ഇടയിലൊരു വാക്ക് പറഞ്ഞു പോയത്. നിങ്ങൾ അശ്വിനി ടീച്ചറിനോട് പറഞ്ഞ നല്ല വാക്കുകൾക്ക് എല്ലാവരോടും നന്ദി. യെസ്, അപ്പോ യെസ് ഷാവി, ഓക്കെ 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 യെസ്. അപ്പോ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഓക്കെ ഷമീറ, എങ്ങനെയാണ് ഞായറാഴ്ചകൾ നിങ്ങൾ ചിലവഴിക്കുന്നത്? എത്ര മണിക്ക് എഴുതുന്നു? ചിലപ്പോൾ നിങ്ങൾക്ക് പറയാം ആഫ്റ്റർനൂൺ വി വിൽ ഗോ ടു സിനിമ. എല്ലാ ദിവസവും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങൾ ക്രിയേറ്റ് ചെയ്തു. യെസ്, ക്രിയേറ്റ് ചെയ്തിട്ട് ആ ലെവൽ അങ്ങനെ തെറിപ്പിക്കും. യെസ്, ക്രിയേറ്റിവിറ്റി. ഓക്കെ, ഞാൻ ഇതിന്റെ ക്രിയേറ്റീവ് പിടിച്ചത് നിങ്ങൾക്കൊന്ന് ആലോചിക്കാനുള്ള സമയം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? എങ്ങനെയാണ് ഞായറാഴ്ചകൾ നിങ്ങൾ ചിലവഴിക്കുന്നത്? ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? യെസ്, റെഡി? ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. നിങ്ങൾ ഞാൻ വിളിച്ച പോലെ നിങ്ങൾക്കറിയാം. എന്നാലും നന്ദിനി, ആർ യു റെഡി? യെസ്, നന്ദിനി വരുമെന്ന് വിചാരിക്കാം. യെസ്, who is ready? How do you spend your Sundays? ഞായറാഴ്ചകൾ നിങ്ങൾ എങ്ങനെ ചിലവഴിക്കുന്നു? രസകരമായിട്ട് അവതരിപ്പിക്കാല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഞായറാഴ്ചകൾ വളരെ നന്നായിട്ട് ആരംഭിക്കുന്നത് സിസ്റ്റർ ഡെയ്സി ആയിരിക്കും. നമുക്ക് അവിടെ നിന്ന് തുടങ്ങി തുടങ്ങാം അല്ലേ? ഓക്കെ, ഷാനി ഫിറോസ് പറഞ്ഞു അതാണ് നല്ലത്. ഞായറാഴ്ച അവർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഒക്കെ വന്ന ദിവസമാണ്. അപ്പൊ നമുക്ക് ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? എഴുന്നേൽക്കുന്നത് മുതൽ വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ പറയും. Good afternoon, sir, and all of you. Good afternoon. Sir, now I am not in Bangalore. I got to transfer and now I am in Kannur. You are in Kannur, okay. You transferred 1 month before. Sorry, sir. 1 month. ഒരു മാസത്തിന് മുമ്പല്ലേ ട്രാൻസ്ഫർ ആയി? Yeah. Yes, you told us. Okay. Then, how do you start your Sunday? Here it is a hostel, running hostel. So yes. Morning I will, Sunday I got up, usually I will get up morning 5:30. Then, sir, good afternoon. Yes, okay, thank you, sir. Okay, I will come to you. Okay. You start. Okay. Okay. Then I will get ready and go to chapel for prayer. Then Yes. 6 o'clock I will ring the bell to get up children to go church. Yes. Then after my prayer, again I will ring the bell 6:45 to go to church. So we all will together going to church for mass. Yes. Then after mass I will teach the catechism. Yes. Then come back, we will take breakfast. Yes. Then 10 o'clock again I will ring the bell, so the children will enter the study room
for their Yes. study time. Yes. Then 11:30 we'll give them phone just for their study purpose. Yes. Then 12:30 again we will take lunch. Yes. Afternoon we all are free. Then again 4:30 there is tea. Yes. Then 6 o'clock again also will start for the study time for the children. I also Yes. join. Then again our prayer time will start to 6:30. Yes. Then 7:30 for the hostel girls also will join with us for the rosary. 7:30. Yes. Then 8 o'clock we will take dinner. Usually Yes. Sunday, because now it is exam time, so a little tough timetable. Otherwise, Sunday afternoon usually they will watch movie, something like that. They are free actually. Yes. So night after supper, again they will call their family and all. Then after again also they will sit and study. We will do our prayer community. So finished. Okay. Totally, how many children are there? Here 60 children 60 children. Yes. Okay. 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 In which age? from 6th standard to +2. 6th standard to +2. Okay. 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 Yes. Very good. Very good. Okay. Yes. How does Aisha sister start her Sundays? And how does she spend her Sundays? Okay. ഇനി അടുത്തതാരാണ് മെർലിൻ യു ആർ റെഡി ഞാൻ തന്നെ വിളിക്കാം Yes, sir. ഓക്കെ ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ് മെർലിൻ കയ്യിന്നൊക്കെ ചേർത്തോട്ടെ നല്ല ഭാവനാസമ്പന്നമാക്കിക്കോളൂ നമുക്ക് കയ്യിൽ ചേർക്കാൻ യാതൊരു മടി വിചാരിക്കേണ്ട യു അത് സ്പൈസസ് ആണ് Yes, continue. I will get up early in the morning at 6 a.m. Yes. Then I go to the church. Yes. After the Holy Mass, I will spend the Sunday school. Yes. I will teach my Sunday school children. Yes. Afternoon, I will spend sleeping and watching reels in mobile phone. Yes. That's all, sir. That's all. Our Sunday is very happiest day in the week. Okay, Merlin? Yes, sir. Yes, for you it is the very happiest. Okay, very good, very good. Nasia. Nasia. Good afternoon, sir. Yes, good afternoon, Nasia. How do you spend your Sundays? Chicken biryani and nature of the How do you spend your Sundays? ബിരിയാണി ഫ്രൈഡേ ആവക്കല് ബിരിയാണി ഫ്രൈഡേ നോ ഞാൻ വെറുതെ ഇട്ടതാണ് ഓക്കെ കുഴപ്പമൊന്നുമില്ല ഈസ്റ്റർ Actually, there is no difference for me, Sundays or weekdays. Every day is weekends. Same. Okay, 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 okay. Yes. I usually plan some things for Sunday. Yes, sir. Yes. Okay, continue with Nasia. I usually plan my laundry, skincare, and other എല്ലാം സൺഡേയിലേക്ക് വെക്കും. I will plan everything for Sundays. Yes, okay. I will wake up around 8 and Yes. make tea and will drink tea with mother. Yes. And I will go out and water my plants. Yes. I will spend some time gardening, and Yes. after that I will have breakfast. Yes. Then I will do some skincare. Yes. Skincare activities. Okay. Then I will put clothes to wash in washing Yes. machine. Yes. And will help mother something in the kitchen. Yes. After that we'll have lunch. Yes. Then watch some movies on phone. Yes. Cousins usually comes at Sunday. Yes. Then we will spend some time fun. Or Yes, we will go Sunday. outside. Okay.
We will go to beach or somewhere. Which is the nearest beach? Nearest beach is Chal Beach, but we will all go to Payambalam because we will get some food there. Yes. There Okay. are Okay. so Okay. many food spots. Yes. Okay. After we will just hang over there and we'll come back after dinner. Yes. Okay. 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 Again, some usual So, scrolling and we'll sleep. okay. Very good. Very good. Very good. Very good. Above, as usual, Nasia, she will postpone all her domestic work for Sundays. Yes. Okay. Yes. Okay. Okay. Nasia, very good. നന്നായിട്ട് പറഞ്ഞു. Very good. Very good. Very good. ഫാത്തിമത്ത് അത് ഞാൻ സുധിയിലോട്ട് വരാം കേട്ടോ. ഫാത്തിമത്ത്. യെസ്. ഫാത്തിമത്ത് വരുമെന്ന് വിചാരിക്കുക കുറച്ച് കഴിയുമ്പോ. യെസ്. അപ്പൊ സുധി പറഞ്ഞോളൂ. സുധി, how do you spend your Sundays? നിങ്ങൾ എന്തെങ്കിലും രണ്ടുപേരും പറയൂ. Your own creativity. യെസ്. പറയണത് തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ആരെയാണ് പേടിക്കുന്നത്? യെസ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട. ഹരിത, നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഞായറാഴ്ചകൾ നമ്മൾ ചിലവഴിക്കുന്നത് എന്നാണ്. അപ്പൊ ഹരിത ഓർത്ത് വെച്ചത് ഞായറാഴ്ച എത്ര മണിക്ക് എഴുന്നേൽക്കും, എന്തെല്ലാം കാര്യങ്ങൾ ഞായറാഴ്ചകൾ. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഷാമീർ റാഷി. യെസ്. അപ്പൊ ഞാനിപ്പോ 3 പേരായി. അടുത്ത് കറക്റ്റ് ആവുമെന്ന് വിചാരിച്ചു വിളിക്കുന്നത്. ആൻഷി. ഓക്കെ. പറയൂ ആൻഷി, എങ്ങനെയാണ് ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഞായറാഴ്ചകൾ എങ്ങനെയാണ് ആൻഷിക്ക്? കേൾക്കാവോ സാർ? കേൾക്കാം. യെസ്, കണ്ടിന്യൂ. I get up at 5:50 a.m. on Sunday morning. Yes. After getting fresh, I will go to church at 6 o'clock. Yes. After the morning mass, I will reach home at 8 o'clock. Yes. After that, I will cook the morning breakfast. Yes. Then there will be a food for noon. Yes. Sunday there will be something special. I will help my mommy. Yes. Then Asha, at afternoon. Yes. Pardon. Continue. Then at 1:30, I will eat food and watch the Sunday movie for a while. Okay. Sunday movie. There. After 3, one sleep. After 3, I sleep for a while, and after 5, I go for a walk for half an hour. Yes. After that, husband called me and starts a fight. Yes. Then dinner was over at 8 p.m. Yes. I will do some embroidery work, and then my husband will call me and go to sleep. Yes. My Sunday is full at home because Yes. I don't go anywhere alone. Yes. That's all, sir. Okay. 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 Actually, very good. Very good. Very good. Alla clear ആയിട്ട് പറഞ്ഞു. Very good. Very good. Yes. 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 Sharanya. Sharanya, Yes, sir. how do you spend Sharanya your Sunday? I സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ അന്ന് ഉണ്ടാക്കുന്നതൊക്കെ പറഞ്ഞോട്ടോ, എന്റെ പേരൊക്കെ പറഞ്ഞോ. യെസ്. I usually spend my Sunday in a calm and enjoyable way. ഓ, വെരി ഗുഡ്. ഇതാണ് I wake ഇൻട്രൊഡക്ഷൻ ആണ്. I wake up in the morning around 7 o'clock യെസ്. and freshen up without any hurry and prepare breakfast. യെസ്. After breakfast, I spend some time with my family യെസ്. and talk with them and plan for afternoon lunch. യെസ്. And we prepare non-veg mostly on Sundays. ഓ യെസ്. ഓക്കെ. 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 Then in afternoon, I rest for a while and watch Yes. TV movies. യെസ്. In the evening, I go for a walk and meet my neighbor friends and spend Yes. time with them. യെസ്. At night, have a dinner
and Yes. for coming week we prepare and go to Yes. bed early. Yes. That's all, sir. Yes. Very good. Very good. Okay. Yes. നിങ്ങൾക്ക് നല്ല മനസ്സമ്മതനാണല്ലോ. യെസ്. ശരണ്യ ആര് പറയാറുള്ളത് അത് നമുക്ക് പറഞ്ഞു. നമ്മളിപ്പോൾ ഡയറി എഴുതുകയാണെങ്കിൽ ആദ്യം അന്നത്തെ സംഭവം നമ്മൾ ഫുൾ എഴുതി തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. ടുഡേ ഈസ് ദ ഹാപ്പിയസ്റ്റ് ഡേ ഇൻ മൈ ലൈഫ്. ഇന്ന് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ദിവസമാണ്. ബിക്കോസ് ടുഡേ ഐ മെറ്റ് മൈ ക്ലോസ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് പോവാം. അപ്പൊ നമ്മൾ ആദ്യം ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. അത് തന്നെ നമുക്ക് വേണമെങ്കിൽ വേഗത്തിൽ പറയാം. ടുഡേ ഈസ് ദി സാഡ് ഡേ ഇൻ മൈ ലൈഫ്. എന്റെ ജീവിതത്തിലെ ദുഃഖമായ ഒരു ദിവസമാണ്. ബിക്കോസ് ഐ ഹാപ്പൻ ടു സീ ആൻ ആക്സിഡന്റ്. ഞാനൊരു ആക്സിഡന്റ് കാണാൻ. അപ്പൊ നമുക്ക് ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. ഓക്കെ, ശരണ്യ ആദ്യം പറഞ്ഞു ഇറ്റ് വാസ് എ വെരി നോർമൽ ഡേ. അതുപോലെ കൃത്യമായിരുന്നു. നിങ്ങളങ്ങനെ ആലോചിച്ചോ, ഇത് വലിയ പിടികിട്ടാത്ത ഇംഗ്ലീഷ് ഒന്നുമില്ല. നിങ്ങൾക്ക് വീടേതായ പ്രദേശം മതി, തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. യെസ്, നന്ദിനി യു സ്റ്റാർട്ട്. യെസ്, നന്ദിനി വരും കേട്ടോ. ശാലിനി, ശാലിനി ദേവദാസൻ. യെസ്, വയാതാൻസി ഇതേ വന്നുകൊണ്ടിരിക്കുകയാണ്. യെസ്, ഷാമി. സാറ് പ്രിപ്പയർ ചെയ്യണല്ലോ. എന്തോ പ്രിപ്പയർ ചെയ്യണല്ലോ. അത് ശരി, ഞാൻ നോക്കിക്കോ, ഞാൻ വരാം. ഓക്കെ. സിദ്ധു Sir, പറഞ്ഞോളൂ. സിദ്ധു. I wake up late. 8 o'clock in the morning. Yes. Nothing special on Sunday. Yes, okay. Every day is like Sunday to me. Every day is like Sunday to me. Very good. Okay. Don't change. And since there no class, till see if there a pending class. Yes. Okay, sir. Okay, that's all. Yes. Okay. Sidhu, very good. Short and sweet. Yes. Then Kalyani. Good afternoon, Yes. sir. Good afternoon, Kalyani. How do you spend your Sundays? എങ്ങനെയാണ് ഞായറാഴ്ച കല്യാണി ചെലവഴിക്കുന്നത്? ഞായറാഴ്ച വരാൻ വേണ്ടി കാത്തിരിക്കുമോ, ഞായറാഴ്ച വരില്ലേ എന്നാണ് മനസ്സിലുള്ള ഒരു ആഗ്രഹം. എനിക്ക് അങ്ങനെ പറയാൻ അറിയില്ല, തെറ്റിപ്പോയ സോറി. നമ്മൾ ചെയ്യെങ്കിലും ഡോണ്ട് വറി. യെസ്, നിങ്ങൾ എപ്പോഴെങ്കിലും ആരെങ്കിലും പറഞ്ഞത് തെറ്റിയെന്ന് വിചാരിച്ചിട്ട് എന്തെങ്കിലും കുഴപ്പമില്ല. ഫുൾ സപ്പോർട്ട് ഉണ്ട്. ഞങ്ങൾ 26 പേര് കട്ട സപ്പോർട്ട് ഉണ്ട്. യെസ്, ഡോണ്ട് വറി. യെസ്. I wake up 8 a.m. Yes, okay. 8 മണിക്ക് എഴുന്നേൽക്കുന്നു. Correct. And prepare breakfast. Yes, I prepare breakfast for the family. For the Okay. family. And my children are wake up 8:30. 8:30, okay. ഞായറാഴ്ചകളിൽ നൽകുന്ന ബ്രേക്ക്ഫാസ്റ്റ് വല്ല പ്രത്യേകതയുണ്ടോ? Nothing. Common breakfast. Common breakfast. Okay. An ordinary breakfast. Yes, okay. After that, I prepare lunch. Yes. Chicken. ഏതെങ്കിലും ഒന്ന്. Non-veg items are chicken, yes, beef, something like that. Okay. And I play with my children. Yes, I will play with my children. Correct. ഞാൻ കുട്ടികളുമായിട്ട് കുറെ നേരം കളിക്കാറുണ്ട്. Yes, on Sundays I will play with my children. Okay, very good. And 3 o'clock, children are sleeping. Yes. And 6:30 wake up time. And tea. Yes. Tea time. Yes, tea time. Making any snacks, the potato fry or Yes. banana. Sir, പഴംപൊരിക്ക് എന്താ സാർ പറയണേ? Banana fry. Banana fry.
when പഴംപൊരി എന്ന് പറഞ്ഞോ? പഴംപൊരി. യെസ്, ഓക്കെ. പഴംപൊരി എന്ന് പറയാൻ വന്നാ പിന്നെ ആർക്കും പഴംപൊരി അല്ലെങ്കിലോ ഒന്ന്. അതൊന്നും പ്രശ്നമില്ല. എന്ത് വാക്ക് നിങ്ങൾ ഉപയോഗിക്കുന്നത് നോ പ്രോബ്ലം. യെസ്, ഓക്കെ, 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 ഓക്കെ. And 8 p.m. Lunch dinner time, and 9 o'clock Yes. we are sleeping. Okay, 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 okay. Very good, very good, very good. കല്യാണി നല്ല സൂപ്പർ ആയിട്ട് പറഞ്ഞു, സിമ്പിൾ ആയിട്ട് പറഞ്ഞു. നമ്മൾ വലിയ വലിയ ഗ്രാമങ്ങളൊന്നും പോട്ടെ, രണ്ട് വലിയ സെന്റൻസ് അതൊന്നും മുറിച്ചിട്ടുണ്ടാക്കാം. സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, ഹരിത. യെസ്, പറഞ്ഞോളൂ ഹരിത. Good afternoon, sir. Good afternoon, sir. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. യെസ്, ഗുഡ് ആഫ്റ്റർനൂൺ. Sir, പറഞ്ഞോട്ടെ. Yes, continue. യെസ്, കണ്ടിന്യൂ. യെസ്, യു കണ്ടിന്യൂ. ധൈര്യമായിട്ട്. ഗുഡ് വർഷം. Sir, I woke up at 8 o'clock. Sunday, I woke up at 8 o'clock, and I Very good. prepared breakfast on 10 o'clock, and my Yes. husband helping of Sunday in cooking lunch time. Sunday. On Sundays, Harida's husband will help for cooking. Lunch Yes. time. Okay. And my children. ആ ഹെൽപ്പിങ് അത് ഹെൽപ്പ് ആവോ അല്ലെങ്കിൽ വരാതിരിക്കുന്നതായിരിക്കോ നമ്മളെ കൈകാര്യം ചെയ്യുന്നത്? കുടിച്ചു വീട്ടിൽ പോലെ ഹെൽപ്പ് Helping. ചിലപ്പോ അറിയില്ലേ, അവിടെ ഒന്നും ചെയ്യണ്ട, ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ക്യാരറ്റ് പണിയാണ്. അവിടെ ഇരുന്നാ മതി. Yes, sir. പിന്നെയാണ് നല്ലത്. അതാണ് നല്ലത്. കാരണം ഹെൽപ്പ് ചെയ്താൽ എന്ത് പണി ഉണ്ടാക്കത്തേ ഉള്ളൂ. ഹെൽപ്പ് ചെയ്തിരിക്കണം നല്ലത്. അപ്പോൾ ഈ ഡയലോഗ് പറഞ്ഞാൽ മതി, സിറ്റ് ഇൻ ദ കിച്ചൺ ആൻഡ് ടോക്ക്. ദാറ്റ് ഈസ് ഓക്കെ. ഓക്കെ, കണ്ടിന്യൂ. My children is praying in Sunday. My children is praying Sunday, and even at 4 o'clock, going in beach Sunday. 4 Which is o'clock. the nearest beach? Kollam beach. Okay. My children is playing favorite place Kollam beach. Okay. Every Sunday you will go to beach? ഇല്ല സാർ, ചില ദിവസങ്ങളിൽ. എല്ലാ ദിവസവും ചില ദിവസങ്ങളിൽ മാത്രം. Yes, okay, continue. And dinner in out of hotel, and dinner beach പോയി വൈകിട്ട് dinner in hotel and return 8 o'clock and sleeping in 10 o'clock. Yes. Okay, enough, sir. That is okay. Very good, Harida. Very good. Yes. ഞങ്ങളും കൊല്ലം ബീച്ചിലേക്ക് പോയിട്ട് വന്നു. ഇത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സുകൊണ്ട്. ഓക്കെ, നന്ദിനി ഞാൻ പറയട്ടോ. ഞാൻ 2 പ്രാവശ്യം വിളിച്ചിരുന്നു, എനിക്കറിയാം നന്ദിനി വരുമെന്ന്. യെസ്, ഓക്കെ, ഐ വിൽ കം ടു യു. ഓക്കെ. പാർവതി. സർ, ഞാൻ പറയാം. ഓക്കെ, അപ്പൊ പാർവതി എനിക്ക് ഷാമിയിട്ട് രണ്ടുപേരും പിന്നീട് പറയുന്നുണ്ട്. ശരണ്യ, മൈക്ക് റെഡിയാണോ? പറയാൻ പറ്റുന്ന അവസ്ഥയിലാണ്. ശരണ്യ, യു? യെസ്. അപ്പൊ സ്റ്റാൻഡിക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പൊ അതുകൊണ്ട് സ്റ്റാൻഡിൽ ആലോചിക്കട്ടെ. നന്ദിനി, ആർ യു റെഡി? Yes, sir. Good afternoon. ഓക്കെ, ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ഞായറാഴ്ചകൾ നന്ദിനിക്ക് എങ്ങനെയാണ് ഒരു ഞായറാഴ്ച സാധാരണഗതിയിൽ നന്ദിനി ചിലവഴിക്കുന്നത്? അതാണ് ഞങ്ങൾ ചോദ്യം. Yes, sir. As usually, the Sundays are been a holiday even for me also. Even I take it as a holiday. Yes. Not in the sense of paid salary, but also the way of working. The timetable will be little bit later. Everything will be later. But this last Sunday was a different one because my husband went for a tour without us. He went with his friends. It was a disappointing, but we thought to make that Sunday as an unforgettable one. So me and my children, we enjoyed a lot. We ordered kurimandi for eating as a lunch. So morning it was a little bit breakfast, just like some junks we ate, and we spent the breakfast like that. But after it was heavy food. We ordered mandi and we had it. Then we spent more time with my kids as we went for a long walk to our old home. We visited our old home. It was an enjoyable one as we saw our old neighbors and we spent some time with them. Then slowly we came back. While coming, I bought chicken
evening Yes. I made it as a fry. Yes. My kids love the leg pieces, so I Yes. make a Okay. special recipe for them. Yes. Then, as usual, I did my own household works, and the day Yes. went like that. But it was an unforgettable one after a long, long time, sir. Okay. 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 But the last Sunday it was the most memorable day in the life of Nadri. Okay. 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 Very good, Nadri. You spoke it very well. Very good. Very good. Very good. Then, Shami, are you ready? സാറ് കുറച്ച് പറയുമ്പോ തെറ്റുണ്ടാവും ട്ടോ. അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ടി കല്യാണി നമ്മ ഒപ്പം എന്താ പറയാ ഒപ്പം നിൽക്കുന്നില്ലേ? യെസ്, ഞങ്ങൾ 24 പേരല്ലേ? ധൈര്യമായിട്ട് പറഞ്ഞോ, ഇത് നമ്മൾ തെറ്റിക്കോട്ടെ, അതിനെ കുറിച്ച് My ചിന്തിക്കാൻ വേണ്ടി. Sunday is some days normal or some days busy day. യെസ്, ബിസി. ഓക്കെ. I get up early morning 6 o'clock. Then I Yes. will get ready. Then I will pray. Then I calling my son for get up for madrasa. യെസ്. Uh, and I go to the kitchen. ഒരു തെറ്റൂല. യെസ്, ക്ലീൻ Then ആണ്. I go to the kitchen. I prepare son favorite breakfast. ഓക്കെ. Then my children came 9 o'clock at madrasa. Then I prepared lunch, ghee rice and beef curry. യെസ്. And I will clean my kitchen. യെസ്. Then we are eating lunch. യെസ്. Then I am playing with my children. We Yes. enjoyed with the children. യെസ്. After then I check my children homework. യെസ്. ഓക്കെ. ഓ, അത് പറയാത്തൊരു സംഗതിയായിട്ടെന്ന് ഷാമി ഇട്ടത്. I will check on Sunday the homework of my children. Okay. അത്ര ഉള്ള സാറേ, ബാക്കി ആയിട്ടില്ല. Okay. മതി. എന്തിനാ ആഫ്റ്റർനൂൺ വരെ ശരിയായിട്ടുണ്ട്, ബാക്കി ഒരു ഫ്ലോ കിട്ടിയില്ല. Yes. Okay. Okay. ഷാമി, keep it up. നന്നായിട്ടുണ്ട് അല്ലേ? വളരെ നന്നായിട്ടില്ലേ ഷാമി? Yes. Okay. Okay. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഇപ്പൊ ഷാമിക്ക് കോൺഫിഡൻസ് വരും. ഓക്കെ. ഓ, എനിക്ക് പറയാൻ പറ്റുമല്ലോ. യെസ്, അതാണ് ഞങ്ങൾ 26 പേര് കട്ട സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടാവും. യെസ്. ഓക്കെ. 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 യെസ്, ഷാനി, now it is your turn. Yes, sir. Good afternoon, sir. Yes, good afternoon. Sir, Sunday is. സാർ ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എഴുതാണ്ടാട്ടോ പറയണത്. എനിക്ക് ഓൺ വോയിസ് പെട്ടെന്ന് വരുന്നത് പറയാ പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ മുന്നത്തെ പോലെ പ്രിപ്പയർ ഒന്നും ചെയ്യണില്ല. ആദ്യമൊക്കെ അതൊരു നമുക്കൊരു ഘട്ടം കഴിഞ്ഞാലേ ഓക്കെ, ഇതാണ് പറയാം. നമ്മളിപ്പോ ഒരു പ്രസംഗിക്കാൻ പോയത് ആദ്യം നമ്മളൊന്ന് പോയിന്റ് എഴുതി പഠിച്ച് പ്രിപ്പയർ ആയിട്ട് നമ്മൾ ചെന്ന് പ്രസംഗിക്കും. പിന്നെ കുറച്ചാൾ കഴിഞ്ഞാല് അത് വേണ്ട, ആ പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് നോക്കും. മറ്റേ വിഷയത്തെ കുറിച്ച് 2 വാക്ക്, ഇതിനെ കുറിച്ച് 2 വാക്ക്, ഇതിനെ കുറിച്ച് 2 വാക്ക്, മറ്റേ ഇൻസിഡന്റ് വെച്ചിട്ട് ഓക്കെ, ഇതങ്ങനെ പോലും പിന്നെ എഴുതലില്ല. പിന്നെ നമ്മൾ അതുമില്ല, നമ്മുടെ കയ്യിൽ സ്റ്റോക്കായി പല സമയത്ത് നമ്മൾ പറഞ്ഞത് നമ്മൾ കയ്യിലിരിക്കട്ടെ, അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ അപ്പൊ അതൊരു ഡെവലപ്മെന്റ് ആണ്. യെസ്. അപ്പൊ അതുകൊണ്ട് പേടിക്കണം, പിടിച്ചു നിൽക്കും ആദ്യം, കൈ വിട്ടു നിൽക്കും. തെറ്റിലൊക്കെ ഉണ്ടാവും സാർ, കുറച്ച് ക്ഷമിക്കണം എല്ലാരും. എല്ലാവരും ഞങ്ങൾ ക്ഷമിച്ചിരിക്കും. യെസ്, അഡ്വാൻസ് ആയിട്ട് ക്ഷമ പിടിച്ചു. ഓക്കെ, ഇതിപ്പോ ധൈര്യമായിട്ട് പറഞ്ഞു. ഷൈൻ ഒരുപാട് നന്നായിട്ട് പറയാനുണ്ടല്ലോ, പിന്നെ ഇതിനെ പേടിക്കണം. യെസ്. Sunday regularly I wake up on 6 o'clock. Sunday I also wake up on 6 o'clock. Yes. Then usual works are done. Yes. After my daughter returned from madrasa, me and my kids first plan where to go and how to go. Yes. When to go. Yes. Then we plan when we decide for a trip or something else. Yes. Yes. Then I call my husband. Me and kids request my husband for giving permission for going somewhere. Yes. Maybe he sometimes reject our request. Yes.
but we forcefully or not at all time forcefully, but sometimes we brainwash him by sweet voice. Yes. After ഞങ്ങൾക്ക് മനസ്സിൽ കാണാൻ പറ്റുന്നുണ്ട്. ഷാനി ആദ്യം പറയുമ്പോ ഭർത്താവ് വീട്ടിൽ നിന്ന് പോകണ്ടെന്ന് പറയുമ്പോ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി വാക്കുകൾ ഞങ്ങൾ മനസ്സിൽ കണ്ടു. ഭാവന സമ്പന്നമായി ഞങ്ങൾക്ക് യെസ് ഓക്കെ വീക്കെൻ അല്ലേ? ഓക്കെ ശരി, ഞങ്ങളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ കണ്ടിന്യൂ കണ്ടിന്യൂ. then we continuously സാർ ഒരു മിനിറ്റ് സാർ എൻ്റെ കുട്ടി വന്നു. Okay, okay, I will give you the chance. Selina, Siraj. Selina. സാർ ഞാൻ പറയാം. Continue. Okay, Shani. സോറി സെലീന, ഞാനൊന്ന് ഇന്ററപ്റ്റ് ചെയ്യുന്നുണ്ട്. Okay, then after our continuous work or effort, he will give a chance for going out. Yes. Then we ready up and go for shopping, or otherwise we will go for a park and we will enjoy that day. Yes. That's all, sir. Okay, Shani. ഒരു പ്രിപ്പറേഷൻ കൂടാണ്ടാണ് ഷാനി എന്ന് പറഞ്ഞത്. ഒന്നും എഴുതി വെച്ചില്ല. യെസ് അല്ലേ? നന്നായിട്ടുണ്ട്. വെരി ഗുഡ് വെരി ഗുഡ് വെരി. അപ്പൊ ഒരേ വാക്കുകൾ ഞാൻ പറയുമ്പോൾ മനസ്സിൽ നിർത്താൻ നിങ്ങൾ പറഞ്ഞു. ഓക്കെ ഷാനി, വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. നാൻസി നേരത്തെ കണ്ടിയാൽ എനിക്കറിയാമായിരുന്നു. യെസ് ഗ്രൂപ്പ് ചാറ്റ് വേണ്ടിയിട്ടായിരുന്നു. യെസ് ഓക്കെ നാൻസി, യു കണ്ടിന്യൂ. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? സ്റ്റാർട്ട് ചെയ്യട്ടെ. ഞാൻ പറയുന്നത് സാറിന് ക്ലിയർ അല്ലേ? ഹലോ, റേഞ്ച് ഇഷ്യൂസ് ഉണ്ട് സർ, അതുകൊണ്ടാണ്. Usually spend my Sunday relax and relax. Okay, usually I spend my Sundays relaxing time because no school or no stress. Yes. Like that. I wake up usually. I wake up at 50 a.m. sir. 5:50 a.m. And after my prayer, I go back to bed from 6:30 to 8:30, sir. On Sunday. Then after that, I help my kids to get ready for preparing breakfast, something like that. Yes. നാൻസിക്ക് എന്തോ ഒരു ടെക്നിക്കൽ ഇഷ്യൂ എന്ന് തോന്നുന്നു. നാൻസിയുടെ ഫ്ലോ ആയിട്ടൊക്കെ വരാനുള്ളതാണ്. യെസ്, അവിടെ നെറ്റിന് ഇഷ്യൂ വരുന്നു. ഓക്കെ. ആശ യെസ്, ആശ വരുമെന്ന് വിചാരിക്കാം. ആശ വന്നു. യെസ്, വരുമെന്ന് വിചാരിക്കണ്ട, വന്നു. യെസ്, ഓക്കെ. യെസ്, പറഞ്ഞോളൂ ആശ. ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ്? ആശ മൈക്ക് ഓൺ ആക്കിയില്ല തോന്നുന്നു. ഓക്കെ. മൈക്ക് ഓൺ ആക്കി. ഒന്ന് റേഞ്ചിന് നല്ല പ്രശ്നമുണ്ട്, അതുകൊണ്ടാ. ഇപ്പൊ നിൽക്കുന്ന സ്ഥലം കറക്റ്റ് ആണ്. ഓക്കെ, നിക്ക് സാർ. യെസ്, കറക്റ്റ് പ്ലേസിലാണ് ആശ നിൽക്കുന്നത്. റേഞ്ച് കറക്റ്റ് ആണ്. പറഞ്ഞോളൂ. ആശ അവിടെ നിന്ന് മാറിയതുകൊണ്ട് ആദ്യം പറഞ്ഞ സ്ഥലത്ത് മാറിയോ? ഇപ്പൊ കേക്കാമോ? ഇപ്പൊ കറക്റ്റ് ആണ്. അവിടെ നിന്ന് മാറണ്ട, ആ പൊസിഷൻ ഉണ്ടോ? ഓക്കെ. അപ്പുറത്തെ വീട്ടിലെ വൈഫൈ കണക്ട് ആയി കിടന്നു സാർ, അതാ. Sir, every day is Sunday for me now. But
there is no reason because Sunday is my favorite day. Yes, Sunday is your favorite day. Why do you consider Sunday the favorite day? In my childhood, Sunday is very Happiest day? very special day in my life. Oh, Sunday is a very special day from your childhood onwards. Okay. Sundays I woke up 8 o'clock in the morning. Yes, very early morning at 8 o'clock. Asha will get up. Okay. Sunday is the day when everyone is at home. Yes. Okay. That is a special thing. Yes. Continue. There will be lot of noise in every house on Sunday. Yes. I will cook some special items on Sunday, mostly cooked non-veg items, biryani, Okay. beef, chicken. That okay. Okay. Which is your favorite biryani? Chicken biryani, beef biryani, Chicken, egg biryani, fish biryani? prawns biryani. Prawns biryani is my favorite. That is your favorite. Okay. I cook prawns biryani so professionally. Oh, very good. Very professionally. Yes. അപ്പൊ നമുക്കൊരു കെട്ടുന്നതൊക്കെ വെക്കുകയാണെങ്കിൽ ആഷിനെ ഏൽപ്പിച്ചാൽ മതി. അയ്യോ അങ്ങനെ എല്ലാവർക്കും അറിയത്തില്ല സാർ, അങ്ങനെ കുറച്ചായിട്ട് വെക്കുക. ഓക്കെ ഓക്കെ എന്നാൽ തെളിവുകൊണ്ട് പറയുന്നതാണ് കേട്ടോ, അതൊന്നുമല്ല വേറെ ലെവലാണ്. യെസ് ഓക്കെ ഓക്കെ വിനയം കഴിയുമ്പോൾ അത് കൈവിടുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. യെസ് യു കണ്ടിന്യൂ. We go outing more Sundays. Yes. Go outing. We eat dinner out at Sundays. Okay. Some Sundays we go to cinema theater. Yes. Sunday is very relaxing day because yes. daughter is not going to Anganwadi. Yes. Sir, that's all. Okay, very good, very good. Okay, Asha, very good, very good, very good. Yes. Priya Haridas. Sir, may yes, I Nancy, thank you, my Lord, Nancy. Sir, I changed my location, sir. Okay. Yes, Nancy, you കാട്ടില് പോയി, Nancy കാട്ടില് പോയി. Yes. Okay. My Sundays are a bit unconventional, sir, obviously. Yes. I wake up at 5 a.m. for a quiet morning prayer. And yes. I then catch up a few more hours for sleep, 6:30 to 8:30, sir. Yes. Once I am up, I help the kids get ready for the day, and we have a breakfast together, sir. And yes. It is special time for us to set a positive tone for the day. Okay, sir. Yes. Breakfast together, sir, is special time because all days are going to school, so breakfast is not eating together, sir. Then Sunday, yes. We have to eat it together, sir, breakfast. And yes. After that, I enjoy listening to music and singing time pass in this new app and DJ. Very good. And put in DJ Bluetooth speaker and enjoy dance with my children. Yes. Then after that, I like to meet up my family and cousins and playing outdoor activities with all of them. Yes. Because a lot of kids are there. Yes. Then I have a big lunch with the Sunday. Yes. Because they're preparing biryani and something special, sir. Yes. Then sometimes order outside food or mandi, alfam, like that. Yes. Then before bed, I planned for tomorrow breakfast. That is a very big task, sir. Yes. Okay. Then thanks is enjoying Sunday. Yes, okay. നമുക്ക് ജീവിതത്തിൽ എല്ലാവരും റെഡി ആക്കിയ ശേഷം ചെയ്ത് ആസ്വദിക്കാൻ പറ്റില്ല. പ്രശ്നങ്ങൾക്ക് ഉണ്ടാവും. കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജീവിതം ചെയ്യാൻ ആസ്വദിക്കുക.
Okay, Nancy. Very good, very good, very good, very good, very good. Sahid. Shahid. Hello, sir. Yes, hello, Sahid. How do you spend your Sundays? Yes. How do you spend your Sundays? Every day, same for me, but Yes, every day same, no special. Yes, okay, 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 okay. but Sunday, I will eat breakfast early. Yes. That's all, sir. That's all. Yes. Yes, okay, 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 okay. Simple ആയിട്ടാണ് പറഞ്ഞത്. Okay, Shalini, I will come to you. Ready? Are you Shalini ready? Yes, sir. Yes, okay. ഞാൻ നേരത്തെ വിളിച്ചു. അപ്പൊ എനിക്ക് അറിയാമായിരുന്നു വരുമെന്ന്. Okay, okay. Shalini കഴിഞ്ഞ പാർവതിയോട് വരട്ടെ. പാർവതി, you get ready. Okay. I am housewife. Yeah. Every day is a 5:30 all. Yes. As a breakfast. Every day 5:30. Okay, okay, okay. Breakfast and cook. Yeah. Hello, sir. Yes, continue, continue. ഇത് ഇടയ്ക്ക് കട്ടായി പോകുന്നുണ്ട്, റേഞ്ചിന്റെ പ്രശ്നം അഡ്ജസ്റ്റ് ചെയ്ത് നിന്നോ, കുഴപ്പമില്ല, നോ പ്രോബ്ലം. Hello. ഓക്കെ ഓക്കെ, കറക്റ്റ്, കണ്ടിന്യൂ കണ്ടിന്യൂ. കേൾക്കാം ശൈലിനി, പറഞ്ഞോളൂ. ശൈലിനി കേൾക്കാം, ഒരു ഹലോ പറഞ്ഞേ. യെസ്. അപ്പൊ ശൈലിനി റെഡി ആയിട്ട് വരട്ടെ, റേഞ്ചിന്റെ ഇഷ്യൂ എന്ന് തോന്നുന്നു. പാർവതി, ആർ യു റെഡി? സാറേ ഞാൻ ശ്രമിക്കാം. ഓക്കെ പാർവതി, പറഞ്ഞോളൂ. Every month in 2 days, I got up in my house. Yes. That Sunday is my special day because Yes. I meet my parents and children. Yes. I will wake up in 6 a.m. Yes. 6 a.m. to 6:30. I am brushing and walking in my plot. Yes. 6:30 to 7:30. I am going to Devi temple. Yes. And 7:30 to 10 o'clock, I am bathing and preparing breakfast and eating time. Yes. 10:30 to 11:30, I am playing in my children's. Yes. Okay, with my children. 11:30 to 1 o'clock, I am preparing lunch and Yes. meeting in Kudumbasri meeting. Yes. Kudumbasri. I am going to Kudumbasri. Yes. 1 o'clock and 1 o'clock to 4 o'clock, I am going to my children's in any place. ഏതെങ്കിലും സ്ഥലത്തേക്ക് പോകുന്ന എനിക്ക് അറിയില്ല സാർ പറയാൻ. ഓക്കെ ഓക്കെ, ഞങ്ങൾ കണ്ട പാർവതി കണ്ട പ്രത്യേകത പറയാം. ഓക്കെ, കണ്ടിന്യൂ കണ്ടിന്യൂ. 4 o'clock to 6 o'clock, I am playing in my children's, and 6 a.m. to 7:30, I am hearing Lalita and Vishnu Sahasranamam. Yes. 7:30 to 8:30, I am watching TV. Yes. And 8:30 to 9:30, I'm eating food. Supper, okay. And sleeping time. Okay. That's all. Yes. കുഴപ്പമില്ല പാർവതി, വരും. പാർവതി 2 ടൈമും പറഞ്ഞത് എപ്പോ മുതൽ എവിടെ വരെ അല്ലേ, വേറെ ആരും പറയാത്ത സംഗതിയിലാണ് പറഞ്ഞത്. 8:30 to 9:30, 9:30 to 11:30. യെസ്, ഓക്കെ. പാർവതിക്ക് സ്റ്റാർട്ടിംഗ് ഉണ്ടായിരുന്നു, ഫിനിഷിംഗ് ഉണ്ടായിരുന്നു.
ഇത്ര സമയത്തുള്ള ഇന്ന കാര്യങ്ങൾ. ഓക്കെ, ഞാനതേ ഓർത്ത് പറഞ്ഞതാണ്. സത്യം പറഞ്ഞാൽ ഞാൻ എഴുതി വെക്കാൻ ഞാൻ കുറച്ച് എഴുതി വെച്ചോളൂ. അപ്പോഴേക്ക് സാറിന്റെ പേര് വിളിച്ചപ്പോ എനിക്ക് ബാക്കി എനിക്ക് എഴുതാൻ എനിക്ക് പറ്റിയില്ല. ഓക്കെ, സമ്മതിച്ചു. ബാക്കി എഴുതാൻ പറ്റാത്തത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു കോൺഫിഡൻസ് വന്നില്ല. ഒന്നുകൂടിയൊക്കെ കുറച്ചുകൂടി അതായിട്ട് പറയാം. ഒരു ആത്മധൈര്യം. എല്ലാ ലോകം കീഴടക്കിയതല്ല, എനിക്ക് പറ്റും എന്നൊരു തോന്നൽ വന്നില്ലേ? അതെനിക്ക് വന്നു. എന്നാലും എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് പൊട്ടത്തരങ്ങളൊക്കെയാണ് വിളിച്ചു പറയണേ. യെസ്, നോ പ്രോബ്ലം. ഞങ്ങൾ 26 പേരല്ലേ ഉള്ളൂ. നമ്മൾ ആരോട് പറയാൻ? യെസ്, അത് ആരോട് ഞങ്ങൾ പറയും. യെസ്, ഇങ്ങനെയൊക്കെ നമുക്ക് റെഡി ആവണം. യെസ്, ഓക്കെ, ഡോണ്ട് വറി. നന്നായിട്ട് പറയാം. യെസ്, ഓക്കെ ഓക്കെ. പ്രസീദ, then Ilan. Hi, sir. പറഞ്ഞു Ilan. Sunday is very normal day. ഒന്നും തോന്നുന്നില്ല, ധൈര്യമായിട്ട് പറഞ്ഞു. യെസ്. എത്ര മണിക്ക് എഴുന്നേൽക്കും ഞായറാഴ്ച? I wake up 7 o'clock early morning. My mother preparing breakfast and lunch. Yes. I spend 2 children. Yes. Mother will prepare the breakfast. I play Breakfast with my and children. lunch. Yes. Okay. Then. I spend 2 my children. Yes. കുട്ടികളുമായിട്ട് കുറെ നേരം ചിലവഴിക്കും. പിന്നെ എന്ത് ചെയ്യും? Call my husband. I will call my husband. Okay. I study. My children study. Study the homework. Okay. Okay, Nandini, I will give you the okay. Enough. Okay, sir. അതിനുള്ള കുറച്ചുകൂടിയൊക്കെ ആഡ് ചെയ്യാമായിരുന്നിട്ട് ഇല്ല. വെരി ഗുഡ്. ഓക്കെ, അറ്റംപ്റ്റ് അപ്രീഷിയേറ്റഡ്. വെരി ഗുഡ്. സജിന, ആർ യു റെഡി? Then Sangeeta, are you ready? Sangeeta, yes. പറഞ്ഞോളൂ നന്ദിനി, what you want to say? Sir, first of all, I need to thank you because I don't think you're remembering or not the day on the first day I told you I was very eligible for speaking in English, but nowadays I can't. The confidence is not there. But yes. After attending your class, I got the confidence back, sir. Because today when Shani told that time only when I am realizing that even I didn't write anything today. I didn't take my pen or paper with me, but I was able to speak little bit frankly. I think so. So I need to thank you from my heart, sir, but that because you what to say, you took me back. Yes. Thank You are the person who made me to speak this much boldly in front of others after a long years, sir. Yes. So I'm really it's not like I'm pulling you up like that, but it is from my heart. I'm feeling a very big thanks for you. Okay, thank you. Okay. നന്ദിനി, okay. നിങ്ങളിൽ എല്ലാവരിലും ഉണ്ട് ഈ ടാലന്റ്. ഓക്കെ ദസ്നി, ഓക്കെ നന്ദിനി, ഓക്കെ ദാൻസി. യെസ്, കാരണം എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഉറങ്ങിക്കിടക്കുകയായിരിക്കും. പിന്നെ അതുപോലെ പലപ്പോഴും നമ്മുടെ ഉള്ളിൽ പിൻവലിയാനായിട്ടുള്ള സാധ്യതകളും ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. പക്ഷെ കൂടെ നിന്ന് നിങ്ങളങ്ങനെ ബൂസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പല പ്രാവശ്യം പറഞ്ഞതല്ലേ സാർ, 2 പ്രാവശ്യം പറഞ്ഞു നോക്കാം എന്നൊരു തോന്നൽ നിങ്ങൾക്ക് അത് വളരെ അല്ലെങ്കിൽ വളരെ നന്ദിനി എന്നെ പറഞ്ഞില്ല. നന്ദിനി വളരെ നന്നായിട്ട് സംസാരിക്കാറുണ്ട്. യെസ്, ഞാൻ നന്ദിനെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ല നന്ദിനിക്ക് ക്ഷീണിണ്ടാവും. കാരണം നമുക്ക് കുറച്ച് പേര് അറിയാലോ, പറയും കോൺഫിഡൻസ് ഉള്ളവർക്ക് കുറച്ച് പേര് അറിയാലോ. യെസ്, ചിലപ്പോൾ ആ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോയതായിരിക്കാമല്ലോ. യെസ്, അപ്പൊ അത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്ന ആ സംഗതി ഒന്ന് തട്ടിയുള്ളത് മാത്രമേ നിങ്ങളും കൂടി ഒന്ന് പകുതിയോട് സഹകരിക്കണം. അതാണ്
തെറ്റിയാലും കുഴപ്പമൊന്നുമില്ല, ഞാനത് പറഞ്ഞു നോക്കണേ. യെസ്, ഇപ്പൊ കല്യാണി നേരത്തെ പറഞ്ഞിട്ട് ചിലപ്പോ തെറ്റായിരിക്കും, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾ ധൈര്യമായിട്ട് പറയാം, തെറ്റെങ്കിൽ തെറ്റിക്കോട്ടെ, അതൊന്നും ദാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം, അത് നമുക്കൊരു വിഷയമേ അല്ല. യെസ്, അപ്പോ വീണ്ടും നമുക്ക് പുതിയ വിഷയവുമായിട്ട് കാണാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൗ ഡു യു സ്പെൻഡ് യുവർ സൺഡേസ് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ നേരത്തെ 5 ടെൻസുകളെ കുറിച്ച് പറഞ്ഞു നിർത്തിയിരിക്കുകയാണ്. അടുത്ത ഒരു ടെൻസുമാരുടെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഷാനി, ഇന്ന് ആരാണ് പാട്ട് പാടാന്ന് പറഞ്ഞിരിക്കുന്നതാണ്? തൻസി. ആ, തൻസി റേഞ്ചുള്ളോട് നിന്നോളൂ, തകർത്തോളൂ. Hello, hello. Yes. எவரும் சொல்லாமலே பூக்களும் வாசம் வீசுது, உறவோவிலே திருமணம் மீதோ பேசு, எவரும் சொல்லாமலே எல்லாம் தேனா பாடுது, எதுவும் இல்லாமலே மனசெல்லாம் இனிப்பா இனிக்குது, ஓட நீரோட இந்த உலகோ அது போல, ஓடோ அது ஓடோ இந்த காலோ அது போல, நிலையா நில்லாது நினைவில் வரும் நிறங்களே, தென்றல் வந்து தீண்டும் போது என்ன வண்ணமோ மனசுல, திங்கள் வந்து காயும் போது என்ன வண்ணமோ நினப்புல. താങ്ക് യു സർ. യെസ്, ചുമ്മാതല്ല, നാൻസിയുടെ സൺഡേസ് പറയുമ്പോ പറഞ്ഞില്ലേ മ്യൂസിക് പ്രാക്ടീസ് ചെയ്യാനൊക്കെ പറഞ്ഞില്ലേ. യെസ്, ഓക്കെ ഓക്കെ, അതിന്റെ റിസൾട്ട് അത് കാണാനുണ്ട് നാൻസി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, താങ്ക് യു ഫോർ ദി ഓപ്പർച്യൂണിറ്റി സർ. ഷാനി, നമ്മുടെ ഓക്കെ, നാൻസി മാത്രം ഉണ്ടായുള്ളൂ ഇന്ന് താൻസി മാത്രമേ ഉള്ളൂ, പക്ഷെ വേറെ കുറെ പേരുണ്ട്, പാടുന്നവരൊക്കെ ഉണ്ട്. അടുത്ത ക്ലാസ്സിലേക്ക് ഒരാൾ സെലക്ട് ചെയ്ത് വെച്ചു. സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഷാനിയാണ്, അദ്ദേഹത്തോട് പറഞ്ഞു. ഓക്കെ ഓക്കെ, സോ താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. വി വിൽ മീറ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. സീ യു. Okay, thank you, sir. Thank you, sir. താങ്ക് യു സർ. Okay. Okay, 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 okay.